സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 11 മുതൽ 18 വരെ വാക്യങ്ങൾ. ശ്ലീഹ അധ്യായം 1 6 മുതൽ 14 വരെ വാക്യങ്ങൾ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 16 മുതൽ 27 വരെ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 12 വരെ. 12 നക്ഷത്രം മുടിചൂടിയ പരിശുദ്ധ അമ്മ. രചന മരിയ റാൻസം. ആഖ്യാനം രജൻ ജോർജ്. പാരമ്പര്യങ്ങൾ. ഇതര ക്രൈസ്തവ സഭകളുടെ വിശ്വാസ പാരമ്പര്യങ്ങൾ ഒരു കൗതുകത്തിനാണ് വായിച്ചു തുടങ്ങിയത്. കിഴക്കൻ ഓർത്തഡോക്സ് പാരമ്പര്യം അമ്മ മറിയത്തിന് നൽകുന്ന ആദരവിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകത്തിൽ മാതാവിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട ഒരു പുരാവൃത്തമുണ്ട്. അതിങ്ങനെയാണ്: പരിശുദ്ധ മാതാവിൻ്റെ മരണസമയത്ത് ശിഷ്യന്മാർ പല ദേശങ്ങളിൽ നിന്നും പാറിയെത്തി. എന്നാൽ തോമാസ് ലീഹായ്ക്ക് സംസ്കാര ചടങ്ങുകൾക്ക് പോലും എത്താനായില്ല. വൈകിയെത്തിയ തോമാസ് ലീഹ കല്ലറയിലെത്തിയതുമൂലം മാതാവിൻ്റെ സ്വർഗാരോപണ വിവരം ശിഷ്യസമൂഹത്തിന് മുഴുവൻ വെളിപ്പെട്ട് കിട്ടിയത്രേ. പിന്നീട് പല ദിക്കുകളിലേക്ക് തിരികെ മടങ്ങിയ ശിഷ്യർ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയായി അമ്മ മറിയത്തെ കരുതി സുവിശേഷം പ്രസംഗിച്ചിടത്തൊക്കെയും അവളെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഇതിനോട് ചേർത്ത് വയ്ക്കാനായില്ലെങ്കിലും മറ്റൊരു രേഖ ഇപ്രകാരമാണ്: 451 കോൺസ്റ്റാന്റിനോപ്പിളിൽ കാലിസ്ഡോൺ സുനഹദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കുവാനായി പരിശുദ്ധ അമ്മയുടെ തിരുശേഷിപ്പുകൾ കൊണ്ടുവരുവാൻ മേഴ്സിയൻ ചക്രവർത്തി ജെറുസലേമിലെ പാത്രിയാർക്കീസിനോട് ആവശ്യപ്പെട്ടു. അതിനായി കല്ലറ തുറന്നപ്പോൾ അത് ശൂന്യമായി കിടന്നിരുന്നുവെന്നും അതിനാൽ അമ്മ ഉടലൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് അപ്പസ്തോലന്മാർ വിശ്വസിച്ചുവെന്നും പാത്രിയാർക്കീസ് ചക്രവർത്തിയെ അറിയിച്ചത്രേ. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പരിശുദ്ധമായി തന്നെ കാത്തുസൂക്ഷിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികളായ നമ്മൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ഈ ഭക്തിക്ക് ബലമേകാൻ ശക്തമായ പാരമ്പര്യങ്ങൾ പലതും രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. കത്തോലിക്ക സഭ അമ്മയുടെ 4 വിശ്വാസ സത്യങ്ങളെ എന്നും മുറുകെ പിടിച്ചിരിക്കുന്നു. അതിലൊന്നാണ് അമ്മയുടെ സ്വർഗാരോപണം. ലോകത്തിൻ്റെ ഉടയോന് ജന്മം നൽകാൻ തിരഞ്ഞെടുത്തവളെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ദൈവം ആദരിച്ചു എന്നത് അപ്പസ്തോലന്മാർ പഠിപ്പിച്ചതും സാർവത്രിക സഭയിൽ ഇന്നും നിലനിൽക്കുന്നതുമായ ഒരു വിശ്വാസ സത്യമാണ്. അമ്മയുടെ ശരീരവും ആത്മാവും സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതായിരുന്നു ഈ വിശ്വാസ സത്യത്തിൻ്റെ കാതൽ. 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് 1950 നവംബർ 1 മാതാവിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ അമ്മ ഭൂമിയിലെ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചു. അമ്മയുടെ ഏറ്റവും പഴക്കമേറിയ തിരുനാളാണിത്. എന്നു മുതലാണ് സഭയിൽ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയതെന്ന് അറിവില്ല എങ്കിലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജെറുസലേം നഗരം പുനഃസ്ഥാപിച്ച കാലങ്ങളിലായിരിക്കും തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയതെന്ന അഭിപ്രായവും സഭയിൽ നിലവിലുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ദൈവമാതാവിൻ്റെ നിദ്ര ഫാളിംഗ് എ സ്ലീപ്പ് ഓഫ് മേരി എന്ന പേരിൽ ഈ തിരുനാൾ റോമിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങി എന്നാണ് ചരിത്രം. പരിശുദ്ധ അമ്മയുടെ അമരോത്ഭവയായ ജനനവും സ്വർഗാരോപണവും കത്തോലിക്ക സഭാവിശ്വാസത്തിൻ്റെ ശക്തമായ തൂണുകളാണ്. മഹാവല്ലഭയായ കന്യക. അമ്മ മറിയം എന്ന പൊക്കിൽക്കൊടിയുടെ തുമ്പിലാണല്ലോ നമ്മളെല്ലാം സ്വർഗത്തോട് കെട്ടപ്പെട്ടിരിക്കുന്നത്. ഓരോ കത്തോലിക്ക വിശ്വാസിയുടെയും ഈ ഭൂമിയിലെ ഏക പിടിവള്ളി തന്നെയാണ് ജപമാല. 53 മണി ജപം ഓരോ വട്ടം ഉരുക്കഴിക്കുന്നതും പല കാരണങ്ങൾ കൊണ്ടാണ്. സന്തോഷം വന്നാലും സങ്കടങ്ങളിലും അപമാനിക്കപ്പെടുമ്പോഴും അനുമോദിക്കപ്പെടുമ്പോഴും ആശയറ്റപ്പോഴും ആശ്രയം ലഭിച്ചപ്പോഴുമെല്ലാം വിരലുകളിലൂടെ കൊന്തമണികൾ ഉരുണ്ടിട്ടുണ്ട്. ധ്യാനമായും വിലാപമായും കടപ്പാടും കൃതജ്ഞതയുമായും ചൊല്ലിത്തീർത്ത ലുത്തിനിയകളാണ് അനുദിന ജീവിതത്തിൻ്റെ ഊർജ്ജസ്രോതസ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്നും കേൾക്കുന്നത് പോലെ ഒരിക്കലെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ
ജീവിതത്തിലുണ്ടാകാത്തവർ ചുരുക്കമായിരിക്കും. പരിശുദ്ധ അമ്മ ദേവമാതാവെന്നതിനപ്പുറം ഒരു സ്ത്രീപക്ഷ നോക്കിക്കാണലിന് ശ്രമിക്കുകയായിരുന്നു. മാതാവിൻ്റെ ലുത്തിനിയയിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു വാഴ്ത്തുണ്ട്: മഹാവല്ലഭയായ കന്യകയെ. ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അംഗീകാരമാണ് വല്ലഭയായ ഒരുവൾ എന്നത്. മിടുക്കി എന്നൊക്കെ നാട്ടുഭാഷയിൽ പറയും പോലൊരു പെണ്ണ്. മംഗളവാർത്ത മുതൽ സെഹിയോൻ ശാല വരെയുള്ള യാത്രയിലെല്ലാം ഈ വല്ലഭം നമുക്ക് കാണാനാകും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിൽ ദൂതൻ അസ്വസ്ഥനാകുന്നില്ല. കാരണം ചോദ്യം തർക്കത്തിൻ്റേതായിരുന്നില്ല, മറിച്ച് ബോധ്യപ്പെട്ട് കീഴ്പ്പെടാൻ വേണ്ടിയുള്ളതായിരുന്നു. എലിസബത്തിനടുത്തേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ട മറിയം 3 മാസത്തിന് ശേഷം മടങ്ങിപ്പോരുന്നുണ്ട്. സാന്നിധ്യം ആവശ്യപ്പെടുന്ന അത്രയും സമയം മാത്രം ലഭ്യമാകുന്നവൾ. പൂർണ്ണ ഗർഭാവസ്ഥയിലും പലായനം ചെയ്യേണ്ടി വരുമ്പോഴും മനമിടറാത്തവൾ മറിയം. കർത്താവിൻ്റെ നിയമപ്രകാരം കുഞ്ഞിനെ വളർത്തിയവൾ. ശിമയോനും അന്നായും പ്രവചിച്ചവയും ബാലനായ ഈശോ പറഞ്ഞവയും ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ. ഈ അമ്മയെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത്. ആയിരിക്കുന്ന ഇടങ്ങളിലെ കുറവുകൾ നികത്തുന്നവർ. ഇക്കഴിഞ്ഞ ദിവസം റോസമ്മ ടീച്ചറുടെ ഒരു പ്രഭാഷണം കേൾക്കുകയായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ മറിയത്തിൻ്റെ ഇടപെടലിനെ ടീച്ചർ പറഞ്ഞു വെച്ചത് കോൺട്രിബ്യൂട്ടിംഗ് പേഴ്സണാലിറ്റി എന്നായിരുന്നു. ചെന്നു ചേരുന്ന ഇടങ്ങളിലെ കുറവുകൾ നികത്താൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്ന, കുറവുകൾ നികത്താൻ ശ്രമിക്കുന്ന വ്യക്തിത്വം. ഇതിനൊപ്പം തൻ്റെ ഉത്തരവാദിത്വം എന്ന് ചിന്തിച്ച് കണ്ടറിഞ്ഞ് നിറവേറ്റിയ ശേഷം തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്ന മറിയത്തിൻ്റെ മിടുക്ക് കൂടി ശ്രദ്ധയിലേക്ക് വന്നു. പരിചാരകർക്ക് നിർദ്ദേശം കൊടുത്ത ശേഷം മറിയം എവിടേക്കോ പോയി. കോൺട്രിബ്യൂട്ടിംഗ് പേഴ്സണാലിറ്റി ഉള്ളവരുടെ വലിയൊരു പ്രത്യേകതയും ഇതാണ്. ചെയ്യാനുള്ളത് ചെയ്ത ശേഷം തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് അവർ മറയും. കുറവ് നികത്താൻ വീണ്ടും മറിയം ഇറങ്ങിയത് ഈശോയുടെ മരണശേഷമാണ്. ജപമാലയിൽ മഹിമയ്ക്കെടുത്ത ദിവ്യരഹസ്യങ്ങളിൽ 3-ാമതായി നമ്മൾ ചൊല്ലുന്നു: നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സെഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യകാമാതാവിൻ്റെ മേലും ശ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് ധ്യാനിക്കുക. അവൻ തടുത്തുകൂട്ടിയ പല പ്രായക്കാരും ഭിന്ന സ്വഭാവക്കാരുമായവർ ചിതറിത്തെറിച്ച് പോകാതിരിക്കാനായി, അവൻ്റെ കുറവ് നികത്താനായി ഇറങ്ങിത്തിരിക്കുന്ന അമ്മ. ആ അമ്മയെ അവൻ ഉയർപ്പിക്കും. കുരിശ് ചുമന്നവനെ ചുമന്ന ഗർഭപാത്രത്തിൻ്റെ ഉടമയാണവൾ. അവൾ മകനെ വളർത്തി പടി കടത്തി വിട്ടത് മനുഷ്യവിമോചന ഗാഥ ചമയിക്കാനാണ്. എന്നിട്ട് അങ്ങനെ മാറി ഒതുങ്ങി നിന്നു. മകൻ്റെ കീർത്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കയറി നിൽക്കാതെ പരമാവധി ഉൾവലിഞ്ഞു നിന്നു. ഈ മാറ്റം അത്രയൊന്നും ലഘുവായൊരു ക്രിയയല്ല. അനർഹമായത് കരഗതമാക്കാൻ മനുഷ്യരിങ്ങനെ തിക്കി നിറങ്ങുന്ന ഇക്കാലത്ത് ഇത് കണ്ടു പഠിക്കേണ്ട പാഠം. അർഹത ഉണ്ടായിട്ടും ചിലത് വേണ്ടെന്ന് വെക്കുന്ന നിലപാടുകൾ കാണുമ്പോഴെല്ലാം അമ്മ മറിയത്തെ ഓർമ്മ വരാറുണ്ട്. അവയ്ക്ക് അവളുടെ അന്തസ്സിനോളം ഗരിമയുണ്ടല്ലോ. അവൾ അവസാനത്തോളം അവൻ്റെ ചാരെ നിന്നു. ഭൂമി തോൽപ്പിക്കുമെന്നറിഞ്ഞിട്ടും സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിനൊപ്പം ചുറ്റുമുള്ളവരെ ചേർത്തവൾ ശക്തയായി നിന്നു. ഇക്കാരണത്താൽ അമ്മ മറിയം സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ചില അടയാളങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട്. സ്വർഗത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ ഈ ഭൂമിയിൽ അവരായിരുന്നപ്പോൾ ചുറ്റുമുള്ള കുറവുകൾ നികത്തിയവരാണ്. ആയിരുന്ന ചുറ്റുപാടുകളിൽ വെളിച്ചത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അന്നത്തിൻ്റെ, അർത്ഥത്തിൻ്റെ കുറവ് നികത്തിയ മനുഷ്യരെയാണ് നമ്മൾ വിശുദ്ധർ എന്ന് വിളിക്കുന്നത്. ചണ്ഡീഗഡിൽ സിസ്റ്റേഴ്സിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടതും ഇതുതന്നെയാണ്. യാതൊരു ബാധ്യതയുമില്ലാത്ത ഇടങ്ങളിലെ കുറവുകൾ അകറ്റാൻ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നവർ. പാലാരിവട്ടം വയറ്റിലെ ഭാഗത്തെ പാവങ്ങൾക്കായി ജീവിച്ച തിയോഫിനച്ചൻ 2 കിലോമീറ്റർ ദൂരത്ത് സമാധിയിൽ ഇപ്പോഴുമുണ്ട്. ഭൂമിയോട് ചേർക്കാതെ സ്വർഗത്തിലേക്ക് അച്ഛൻ എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള തലമുറകളുടെയും നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ തുണയും തൂണുമായി നിൽക്കേണ്ടവളെ ഉടലോടെ സ്വർഗം കരയേറ്റിയെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ദൈവപുത്രനെ വല്ലഭത്തോടെ പോറ്റി വളർത്തിയ ആ അമ്മ നമ്മുടെ കുറവുകളിലും നിശ്ചയമായും ഇടപെടും. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ.
2025 ഓഗസ്റ്റ് 15 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. 12 നക്ഷത്രമുടി ചൂടിയ പരിശുദ്ധ അമ്മ. രചന മരിയ റാൻസം. ചലച്ചിത്ര പ്രവർത്തകയും എഴുത്തുകാരിയുമാണ് ലേഖിക. ആഖ്യാനം രജിൻ ജോർജ്.